അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് ഇറ്റലിക്ക് വന്നു കേട്ടോ. ഇപ്പോൾ സമയം എത്രയായി? 10:30 സമയം 11:32 നൈറ്റായി കേട്ടോ. ഇറ്റലി സമയമാണ് പറയണേ. 11:32 ഭയങ്കര വെളിച്ചം കാണില്ല. അപ്പോൾ ഞങ്ങൾ വന്നു. നമ്മൾ എടുത്തിരിക്കുന്നത് ഹ്യൂ റോമ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ അങ്ങനത്തെ റൂമുകളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പകൽ ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഒത്തിരി വീഡിയോസ് അതിനെക്കുറിച്ചുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു പുതുമ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും കൂടി അത് കാണിച്ചു തരാം. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ താൽക്കാലിക ഇതുപോലെ, താൽക്കാലികമൊന്നുമല്ല, അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അതിൻ്റെ ഉൾവശം ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഫുൾ ഇവിടെ വീടുകളാണ്. ഇതേ നമുക്ക് തനിയുള്ള ഒരു വീടാണ്. ഞാൻ രാവിലെ ഇത് ജസ്റ്റ് ഓർത്താൽ മതിയായിരുന്നു. എടുത്ത് കാണിച്ചു തരാം. വേണ്ട, നമ്മുടെ വീടാണ്. വീട് മീൻസ് നമ്മൾ കിച്ചണുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കിച്ചണൊന്നും ഇല്ലാത്ത നമ്മൾ എടുത്തിരിക്കണേ. നമുക്കുള്ള ബെഡ്, ഇതൊരു സോഫ കം ബെഡാണ്. നമുക്കത് ബെഡാക്കാൻ പറ്റും. എൻ്റെ അതിലിടാനുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. പില്ലോയൊക്കെ. ബെഡ് സൈഡ് ടേബിള് 2 സൈഡിലും ഉണ്ട്. പിന്നെ ഒരു ഷവർ റൂമുണ്ട്. പിന്നെ തുറന്നിട്ടതാണ്. പിന്നെ നമ്മുടെ സിങ്ക്, ഞങ്ങൾ വന്ന് കയറിയിട്ടേ ഉള്ളൂ. നമ്മുടെ ടോയ്ലറ്റ്. ഇത്രയും ഫെസിലിറ്റി ഈ വീടിൻ്റെ ഉള്ളിലുണ്ട്. ഫ്രിഡ്ജ് എവിടെ? ഓ, മിനി ഫ്രിഡ്ജുണ്ടോ? എൻ്റെ അമ്മ, അത് ഞാൻ കണ്ടില്ലായിരുന്നു. മിനി ഫ്രിഡ്ജ് അടക്കുന്നുണ്ട്. ഓവൻ ഞാൻ കണ്ടായിരുന്നു. കൊള്ളാം, ഇത്ര ധാരാളം മതി. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ ഇനി എന്താ പറയുക, ഡ്രസ്സൊക്കെ മാറി കുളിച്ച് കിടന്നുറങ്ങാൻ പോവാണ്. നാളെ കാലത്ത് നമുക്ക് റൂമിൽ വെച്ച് കാണാം. റൂമിലാണ് കേട്ടോ ഞങ്ങളുള്ളത്. നാളെ നമ്മൾ എന്താ പറയുക, വത്തിക്കാനിൽ പരിശുദ്ധ പിതാവിൻ്റെ അവിടെ, അതായത് പോപ്പിൻ്റെ അവിടെയൊക്കെ കയറാൻ പറ്റുകയാണെങ്കിൽ അവിടെയൊക്കെ കാണാൻ പോകുന്നതായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പെർമിഷനുള്ള സ്ഥലത്തൊക്കെ വീഡിയോ എടുക്കുന്നതായിരിക്കും. അങ്ങനെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് നമ്മൾ മക്ഡൊണാൾഡ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചൂടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. നാളെ കാലത്ത് കാണാം. ഇത് ഞാൻ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യില്ല, കാരണം ഇറ്റലി എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണല്ലോ. അതുകൊണ്ട് ഇറ്റലിയിൽ എത്തിയത് തൊട്ട് ഇവിടെ തൊട്ടിട്ട് ഫുൾ വീഡിയോ ആയിരിക്കും. ഞങ്ങൾ 2 മെട്രോ കയറി, ഒരു ബസ് കയറി. കുറച്ച് അകലെയാണ്. അങ്ങനെ അകലെയല്ല, മെട്രോ കയറേണ്ട ആ ഒരു ബുദ്ധിമുട്ട്. അത്ര യാത്ര വരും. കാരണം ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് ഈ റോമ എന്ന് പറഞ്ഞ ടൗണിൽ തന്നെ, പക്ഷെ മെട്രോ കയറി വരണം. പിന്നെ നമുക്ക് കുറവായിരിക്കും, നമ്മുടെ ചിലവ് കുറവായിരിക്കും. അതേസമയം നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ലതാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് കേട്ടോ. അല്ല ടൗണിൽ കുറച്ച് 5 സ്റ്റാർ വേണമെന്നുള്ളവർക്ക് പല കാറ്റഗറിയുള്ള വീടുകളുണ്ട്. പല കാറ്റഗറി ഉണ്ട്. ഇതിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്. നമുക്ക് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. കുക്ക് ചെയ്യാനുള്ളത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ചുമ്മാ ഒറ്റ റൂം അങ്ങനെ എടുത്തിട്ടുള്ളൂ. നമുക്കിപ്പോൾ നൈറ്റ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിതിങ്ങനെ കണ്ടിട്ടുണ്ട് വീഡിയോസിലൊക്കെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഇത് ചെയ്തപ്പോഴാണ്, നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഇങ്ങനെ അന്വേഷിച്ചിട്ട് അത് നമ്മൾ ചെയ്തു. അപ്പോൾ എന്തായാലും അത് നമ്മൾ ചെയ്ത പോലെ തന്നെയൊക്കെ സെറ്റപ്പായിരുന്നു. ഓക്കേ. AC ഉണ്ടോ? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പൂട്ടിയിട്ട് ഇറങ്ങാം കേട്ടോ കാലത്തെ. ഇതുപോലെ ഒരുപാട് കണ്ടോ, ഇത് ഓരോ വീടുകളാണ്. ഇത് നമ്മുടെ വീടാണ്. നമുക്കിവിടെ ഫ്രണ്ടിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതടുത്ത വീട് കണ്ടോ. പിന്നെ ഓരോ വീടുകൾക്ക് പല പല സെറ്റപ്പായിട്ടുള്ളത്. ഇതൊന്നല്ല കേട്ടോ, ഒരുപാടുണ്ട്, ഒരുപാട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഓരോരോ വീടുകളുണ്ടോ, പല പല സെറ്റപ്പിലുള്ള വീടുകളാണ് കേട്ടോ. ഉള്ളിൽ കിച്ചണുള്ളതുണ്ട്, പിന്നെ അങ്ങനെ കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ ആയിട്ടുള്ള സെറ്റപ്പിലുള്ളതുണ്ട്. ഓരോന്ന് വെറൈറ്റിയാണ്. നമ്മളെടുത്ത് നമ്മൾ ഇന്നലെ കാണിച്ചു തന്നല്ലേ. അപ്പോൾ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി നമുക്ക് മെട്രോയിൽ കയറിയിട്ട് വേണം. നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്കാണ് പോണത്. ഇച്ചിരി ലേറ്റായി എഴുന്നേറ്റപ്പോൾ, അതാണ് ഇത്ര സ്പീഡ്. സിറ്റ് ഔട്ട് ഉള്ളത് കുറേ വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റും. ഒരുപാടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരോ ഏരിയകളാണ്. ഇത് ക്യാമ്പ് എന്ന് പറയാം, റോമ ക്യാമ്പയിൻ. കണ്ടത് ഫുള്ളും വീടുകളാണ്, ഇങ്ങനെ ബോക്സ് വീടുകളാണ്.
കണ്ടോ ഇവിടെ കണ്ടോ ഇത് എത്ര വീടുണ്ടെന്ന് ഇതിൻ്റെ മാപ്പ് പ്ലാൻ ഞാൻ കാണിച്ചു തരാം ഇവിടെ മനസ്സിലാവുള്ളൂ. കുട്ടികൾക്കുള്ള പാർക്കിംഗ് ഏരിയ പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് സൗകര്യമാണ്, ഷോപ്പുകളുണ്ട്. ഷോപ്പൊക്കെയാണ് കാണുന്നത്. അതിലും കുഞ്ഞു കുഞ്ഞു വീട് കണ്ടോ. ഇതാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇത് ഞാനിപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ 100 തൊട്ട് തുടങ്ങുന്നു, 819 വീട് കാണുന്നുണ്ട്. ഇതൊക്കെ ഓരോ വീടുകളാണേ. ഇതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ഇത് കണ്ടോ. ഇത് ഫുൾ വീടുകളാണ്. ഇത് ആ വട്ടം വരച്ച വീടാണ് നമ്മുടെ. നമുക്ക് അവരുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മുടെ അവിടേക്ക് പോകുന്നതാണ് കാണിച്ചു തന്നേക്കണം. ഇത് ഫുള്ള് ഇങ്ങനെ വീടുകളാണ്. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാ വന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാർപ്പാപ്പ തുറന്ന വാഹനത്തിൽ വന്നിട്ട് നമ്മൾ ഈ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ കൂടെ വന്ന് നമ്മളെ കാണും. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ നിന്ന് ഒരു ക്ലിപ്പ് വെച്ചതാണ് കേട്ടോ. നമുക്കന്ന് കാണാൻ പറ്റിയില്ല. നമ്മൾ 11 മണിയായിട്ടാണ് അകത്ത് കയറിയത്. അതിന് മുമ്പ് മാർപ്പാപ്പ ഈ ആളുകൾ നിൽക്കുന്നതിൻ്റെ അതിൽ കൂടെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. അതിലെ ഈ തുറന്ന വാഹനത്തിൽ വന്ന് നമ്മളെ അഭിസംബോധന ചെയ്തിട്ടാണ് തിരിച്ചു പോയിട്ട് ആ സ്റ്റേജിലിരിക്കുന്നത്. ഇപ്പം ഇത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സ്റ്റേജ് അത്രയും വലിയ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവരെ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ 2 സൈഡിൽ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ആ സ്റ്റേജായിട്ട് കാണുന്ന അവിടെയാണ് മാർപ്പാപ്പ ഇരിക്കുന്നത്. പിന്നെ ആ സ്ഥലത്ത് ഇരിക്കുന്ന, ചുറ്റുഭാഗത്തിരിക്കുന്ന അവിടെ കർദിനാൾമാരൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മാർപ്പാപ്പേനെ നേരിട്ട് കാണാൻ പറ്റിയ ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങിയും വരും. അവിടെയൊക്കെ സ്വിസ് ഗാർഡുണ്ട്, പ്രൊട്ടക്ഷനുണ്ട്, ബാരിക്കേഡുകളുണ്ട്. നമുക്ക് ആ ഒരു സ്റ്റേജായിട്ട് കാണുന്ന ആ സ്ഥലത്തേക്ക് നമുക്ക് ഒരു തരത്തിലും കയറി ചെല്ലാൻ പറ്റില്ല കേട്ടോ. che estende un modo speciale ai bambini, agli anziani, ai sofferenti. Benedirà anche i rosari e gli oggetti di devozione che ciascuno porta con sé. നീളത്തിലെടുക്കുവാനാണോ എന്തെങ്കിലും ഉപകാരത്തിനാണോ? Saluto i fedeli dell'Arcidiocesi di Crotone Santa Severina con l'arcivescovo Monsignore Alberto Torriani e quelli della Diocesi di Bergamo. Cari fratelli e sorelle, la visita alla città degli Apostoli Pietro e Paolo rinsalda in voi la fede nel Redentore, perché siate sempre più autentici e credibili testimoni del suo Vangelo. ഈ സമയത്ത് മാർപ്പാപ്പ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. പല കാര്യങ്ങളും ജനങ്ങളോട് പറയാനുള്ളത് ഈ സമയത്താണ് മാർപ്പാപ്പ പറയുക. അത് കഴിഞ്ഞിട്ട് 12:30 നമ്മൾ കർത്താവിൻ്റെ മാലാഖ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാർപ്പാപ്പ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് കയറിയിരിക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈമുത്താനും അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ ക്യൂ നിന്നിട്ട് അതും നമുക്കതൊക്കെ കാണാൻ പറ്റും. ഈ സ്ക്രീനിലേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കൂടെ നമ്മൾ കയറിപ്പോയി ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മൾ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പള്ളിയുടെയൊക്കെ മോണ്ടളം പോലത്തെ ഒരു ഭാഗം, ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം പോലത്തെ സ്ഥലത്താണ് ആ സ്റ്റേജ് ഉള്ളത്. പക്ഷെ നമ്മളൊരു സൈഡിൽ കൂടെ കയറി ഒരു സൈഡിൽ കൂടെ ഇറങ്ങി വരും. ആ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് അക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല.
അപ്പോൾ ആളുകൾ ഭയങ്കര കൈയടിച്ച് കൈ വീശിയിട്ടൊക്കെയാണ് മാർപ്പാപ്പ പറയുന്നതിനോട് പ്രതികരിക്കുന്നത്. ഇറ്റാലിയൻ ഭാഷയായിരിക്കണം അത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാവുന്ന അവിടുത്തെ ആളുകളും ഉണ്ടാവില്ല അതിനകത്ത്. അപ്പോൾ അവരൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് അതിനെ സ്വീകരിച്ചിട്ട് കൈയടിക്കുന്നു. ഭയങ്കര സന്തോഷമാണല്ലോ. Gyertek folyamatosan, nem szabad megállni. Itt is vannak WC-k. നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലേക്ക് കയറും കേട്ടോ. ഇതാണ് ഒറിജിനൽ പിയർ. പോവും ഇതിൻ്റെ ഉള്ളിൽ കയറലാണ്. ചെയർ നോക്ക്, ഗ്ലാസിൻ്റെ ചെയറുകൾ. ഒന്ന് നിയമം പറയണം. പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത് ലാർജസ്റ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇൻ ദ വേൾഡാണ്. ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ ഡോം, ഇവിടെ ഒരു ശവകുടീരം, പത്രോസിൻ്റെ ശവകുടീരം ഈ അൾത്താരയുടെ താഴെയായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ അൾത്താര. ഇത് മൈക്കലാഞ്ചലോ ആണ് ഇതിൻ്റെ ചിത്രീകരണം. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതൊക്കെ മൈക്കലാഞ്ചലോ ആണ്. അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ഐക്കോണിക് പ്ലേസാണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആൾക്കാരുടെ അവിടെ നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പള്ളിയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരാണ്. ഇപ്പോൾ ഈ സമയത്ത് മാർപ്പാപ്പ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്ത് കയറിയിട്ടുള്ള ആളുകൾ മാർപ്പാപ്പേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടു ബാക്കിയുള്ളവരൊക്കെ പോയി. കാരണം 12:30-ക്ക് ശേഷം പിന്നെ പൊതുപരിപാടികളില്ലാത്തത് കൊണ്ട് നേരത്തെ ആ തിരക്ക് കണ്ടതൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും പള്ളിയിൽ ഇത് പേപ്പൽ ബസിലിക്ക ഓഫ് മേരി മേജർ, രണ്ടാമത്തെ ബസിലിക്കയാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ബസിലിക്കയുടെ ഉള്ളിലേക്ക് പോവുകയാണ്. ചെക്കിങ് ചെയ്തിട്ടാണ് കയറ്റി വിടുള്ളൂ. അവിടെ ക്യൂ നിന്ന് വേണം കയറിപ്പോകാൻ. ബസിലിക്കയുടെ ഉള്ളിലേക്ക് കയറി
അവിടെയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് കാണാൻ വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അടുത്ത ഒരു ബസിലിക്ക, 4 മേജർ ബസിലിക്കയാണ് റോമിലുള്ളത്. അതിലടുത്ത ബസിലിക്കയാണ് ബസിലിക്ക ദി സാന്താ മരിയ മജിയോറെ, അതായത് സെൻറ്റ് മേരി മേജർ ബസിലിക്ക എന്ന് പറയും. അപ്പോൾ ആ ബസിലിക്കയിൽ ഉള്ളതെന്ന് വെച്ചാൽ ജീസസിൻ്റെ ക്രാഡിലുണ്ട്, അതായത് ജീസസ് കിടന്ന പുൽത്തൊട്ടിയിൽ കിടത്തി എന്നാണല്ലോ പറയുന്നത്. ആ പുൽത്തൊട്ടിയുടെ കുറച്ച് ഭാഗങ്ങൾ റിലിക്സ് ആയിട്ട്, അതായത് തിരുശേഷിപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് സൂക്ഷിക്കുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ബസിലിക്ക. ഈ ബസിലിക്കയിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഓൾട്ടറിൻ്റെ താഴെ നമുക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ജീസസിൻ്റെ ക്രാഡിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പബ്ലിക് ടോയ്ലറ്റ് നോക്കുകയാണ്. നല്ല കാഴ്ചകൾ വേണമെങ്കിൽ കണ്ടോ. അതേ പച്ച കളർ കത്തിക്കൂടെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്, തപ്പിത്തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെയല്ല, അടിച്ചു കൊടുക്കുമ്പോൾ കാണിക്കും. നമ്മൾ ഡിറക്ഷനിൽ പോയാൽ ടോയ്ലറ്റ് കിട്ടും. റെയിൽവേ സ്റ്റേഷനിൽ ടോയ്ലറ്റിൽ പോകണമെങ്കിൽ യൂറോ ഇടണം. നമ്മുടെ കയ്യിൽ ചേഞ്ച് യൂറോ ഇല്ലാത്തത് കൊണ്ട് ടോയ്ലറ്റ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ ഭൂമിയിലെ ഏറ്റവും വലിയ നഗരം എന്നറിയപ്പെടുന്ന റോമാ സാമ്രാജ്യത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രെവി ഫൗണ്ടൈൻ ആണ് കേട്ടോ. ട്രെവി ഫൗണ്ടൈൻ അറിയില്ലടാ. ഇവിടെ വന്ന് കോയിനിട്ട് നമ്മളിങ്ങനെ ഒരു ആഗ്രഹം പറയുക, അത് സാധിച്ചു കിട്ടുന്നതാണ് ഒരു ചരിത്രം. 2 കോയിനിട്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും റോമിലേക്ക് വരും, അതങ്ങനെ വിഷ് ചെയ്യാമെന്നാണ് പറയുക. എടുക്കാൻ പറ്റുമോ? ട്രെവി ഫൗണ്ടൈൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു മേജർ ഐക്കോണിക് പ്ലേസ് ആണ് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോഴത്തേക്കും പിന്നെ അവിടെ സ്ഥലമില്ലാതെയായി. പിന്നെ ഇറ്റലിയിലത്തെ വലിയൊരു സംഭവമാണ് ഇറ്റാലിയൻ ഐസ്ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെവി ഫൗണ്ടൈൻ്റെ മുമ്പിൽ ഇതൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ട്രെവി ഫൗണ്ടൈനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പാന്തയോൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. അത് പണ്ടൊരു ടെമ്പിളായിരുന്നു, ഇപ്പോൾ ഒരു കാത്തലിക് ചർച്ചാണ്. അത് കുറേ എന്താ പറയുക, അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ ഭയങ്കര സംഭവമാണ്. അത് ഒരു ഡോമാണ്, പില്ലറില്ലാതെ ഒരു ഡോം, അങ്ങനെ അത് ഓപ്പണായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ അങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ടെമ്പിളായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഒരു കാത്തലിക് ചർച്ചാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്ട്രീറ്റുകളിൽ കുറേ പരിപാടികളുണ്ട് കേട്ടോ. കാരണം ടൂറിസ്റ്റുകൾ ഇത്രയധികം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് സ്ട്രീറ്റുകളിൽ ഒരുപാട് പരിപാടികൾ, പൈസ ചിലവാക്കുന്ന കുറേ പരിപാടികളുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു പെയിൻറ്റിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. ലൈവായിട്ട് അയാൾ പെയിൻറ്റിങ് നടത്തി നമുക്ക് തരും. നമ്മൾ അവിടെ നിന്നൊരു പെയിൻറ്റിങ്ങൊക്കെ വാങ്ങിച്ചു. 10 യൂറോ ആയിരുന്നു. ഇതിപ്പോൾ നമ്മുടെ കൊളോസിയത്തിൻ്റെ പിക്ചറുകൾ, പിന്നെ സീനറീസ്, അങ്ങനെ അവർ നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് വരയ്ക്കും. അത് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാം അങ്ങനെ. അപ്പോൾ എനിക്കിങ്ങനെ പെയിൻറ്റിങ് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് ഞങ്ങളത് ഒരു പിക്ചർ ഫുള്ള് വരയ്ക്കുന്നത് വരെ നമ്മളവിടെ നോക്കി നിന്നായിരുന്നു. നമ്മൾ മാത്രമല്ല കേട്ടോ, ഒത്തിരി ആളുകൾ അത് കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടെ. കുറേ പേര് വാങ്ങുന്നുമുണ്ട് കേട്ടോ. ഫുള്ള് ആൾ വരച്ചതാകെ എന്തൊരു ഭംഗിയാണ്.
എനിക്കറിയില്ലടോ വന്നു. അദ്ദേഹത്തിൻ്റെ കലേനെ സമ്മതിക്കണമല്ലേ? എടോ എന്ത് ചെയ്യാനാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾക്ക് എങ്ങനെ ചുളുങ്ങാതെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, വാങ്ങിയാലും ലഗേജിൽ എങ്ങനെ കൊണ്ടുപോകും. എത്രയാണോ Aspetta, stai guardando un'altra cena. Una? No? ആ പിങ്ക് കളർ ഫോട്ടോ നമുക്ക് തോന്നും അത് പറ്റുന്നോണ്ട് തന്നെ അത് പറ്റും. മനസ്സിലായ ഇല ആ മരത്തിന് ഇല കൊടുത്താകണ്ട ഇല പൂ മരം കണ്ടാ. കലേനെ സ്നേഹിക്കുന്നവരൊക്കെ കിട്ടും. ഞാൻ അവിടെ ആ സ്ലൈഡ് അവിടെ നിന്ന് എടുക്കും. Brown light. Blue. Brown light blue. That is about corner light. 10 euros. 10. Best deal. ഓ സൂപ്പർ. ഒന്ന് കൈയടിക്കണേട്ടോ. അത് കത്തിച്ചിട്ടാണ് അവരതിനെ മിനുക്കിയെടുക്കുന്നത്. ഡ്രൈ ആയി ഏതാ ഏട്ടാക്കി ഇഷ്ടപ്പെട്ട വാങ്ങണോടാ? നമുക്ക് ആവശ്യമുണ്ടോ നോക്ക്. കളർ കാണുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഈ പിക്ചറാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മൾ 10 യൂറോ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ്. എന്തൊക്കെ പൈസ കിട്ടാൻ കാറ്റത്ത് ഇങ്ങനെ പറക്കണ പോലെ. കാറ്റാന്നറിയാൻ വേണ്ടിയിട്ട്. ചെൽസിയാ. നമ്മൾ ഈ പാന്തയോൺ കണ്ടില്ല കേട്ടെ. ഇതാണ് പാന്തയോൺ ടെമ്പിളായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചർച്ചാണ്, കാത്തലിക് ചർച്ചാണ്. അപ്പോൾ വത്തിക്കാൻ സ്ക്വയറിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ
കാഴ്ച ഒന്ന് കാണാനുണ്ട്. അപ്പോൾ ഇത് രാത്രിയുള്ള വത്തിക്കാൻ നഗരത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. നമ്മൾ സെൻറ്റ് പീറ്റേഴ്സിൻ്റെ തൊട്ടടുത്ത് നിന്ന് പകർത്തിയ രംഗങ്ങളാണ്. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിൻ്റെ വക ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു നമുക്കവിടെ. അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസത്തെ റോമൻ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയാണ്. ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. നമ്മൾ 4 ദിവസമാണ് റൂമിലുണ്ടായിരുന്നത്. നാളെ 2ാമത്തെ ദിവസം.